ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ തിരികിയതും 2 ഉരുളക്കിഴങ്ങ്, 2 സവാള, 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. സവാള ചെറുതായതുകൊണ്ടാണ് 2 എടുത്തത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇത് പൊട്ടറ്റോയും സവാളയൊക്കെ നന്നായി കഴുകി ഇതുപോലെ കഷ്ണങ്ങളാക്കി വേണം അരിയാൻ, ചെറുതായിട്ടല്ല. ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളക് 2 കീറിയിട്ടാലും മതി. ഇല്ല, ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടിന് മുറിക്കുമല്ലോ, അതുമാതിരിയാണെങ്കിൽ അങ്ങനെയായാലും പ്രശ്നമില്ല. ഞാനിവിടെ പൊട്ടറ്റോ ഇതുപോലെ അരിഞ്ഞിട്ട് 2 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ വെജിറ്റബിൾസും അതുപോലെ കഴുകാറുണ്ട്, പ്രത്യേകിച്ച് പൊട്ടറ്റോ അതിൽ കഴുകി ഇങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അതിനായിട്ട് ഈ തേങ്ങ തിരികെ വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട്, ഞാനിവിടെ അരയ്ക്കാനായിട്ട് അല്പം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. കണ്ടല്ലോ, 1/4 ഗ്ലാസ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഞാൻ ആദ്യം ഈ കിണ്ണത്തിലോട്ട് ഒഴിക്കുന്നത് വെച്ചാൽ കുറച്ച് തേങ്ങ ഇങ്ങനെ പറ്റിയിരിക്കണോണ്ട് അതിലോട്ട് ഒഴിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അല്പം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. നമുക്ക് ഒത്തിരി ലൂസായിട്ട് തേങ്ങാപ്പാൽ എടുക്കരുത്, കുറച്ച് കട്ടിക്ക് വേണം എടുക്കാനായിട്ട്. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ 1/4 ഗ്ലാസ് വെള്ളം, അതിലും കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അത്രയും മാത്രം മതിയാവും. നമുക്ക് അടിച്ചെടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇപ്പോൾ എന്തായാലും അരയ്ക്കാൻ ആവശ്യത്തിന് ഇത്രയും മതിയായി. അപ്പോൾ ഇവിടെ ഇതുപോലെ കട്ടിക്ക് ഞാൻ തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിൽ പകുതിയും കുറച്ചുകൂടി ഉണ്ട്. ഇത്രയും മാത്രം മതിയാവും. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒത്തിരി ലൂസാവണ്ട, വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇത്രയും കട്ടിക്ക് നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു കുക്കർ കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇടണം. ഒരുമിച്ചിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കാനുള്ളത്. എന്നിട്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കണമുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ്. ഞാനിപ്പോൾ കുറച്ച് ഉപ്പേ ഇതിലേക്ക് ഇടണുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ ആദ്യമേ കുറേ ഉപ്പ് ഇടാറില്ല, കുറച്ച് ഇടണുള്ളൂ. ഇപ്പോൾ ഇത്രയും മതിയാവും. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തവി കൊണ്ട് ഇളക്കുക, അല്ലെങ്കിൽ ഒന്ന് നമ്മൾ കുക്കർ കയ്യിലെടുത്തിട്ടൊന്ന് പിടിച്ചു കൊടുക്കുകയോ ചെയ്യുക. ഞാനിവിടെ ഒരു 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 1 കപ്പ് തന്നെ മതിയാവും, കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇല്ലയെന്നുണ്ടെങ്കിൽ തവി ഇട്ടൊന്ന് കലക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഞാനിവിടെ ഒരു 4 വിസിൽ കേൾപ്പിക്കണുണ്ട്. 4 വിസിൽ കേട്ടാലും ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞ് വെന്ത് പോകത്തൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ 4 കേൾക്കണുണ്ട്. ഇപ്പം നമ്മുടെ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിതിനെ ഇനിയൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇത്ര ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് വെള്ളം അതിലുണ്ടാവും. അതിനെ നമ്മളിനി തീ കത്തിച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അതേസമയം തന്നെ നമ്മൾ കുറച്ചൊന്ന് പൊട്ടറ്റോ ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ഉടയ്ക്കണം എന്നില്ല, എങ്കിലും കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ തീ കത്തിച്ച് ഇനി ഈ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ 1 ഗ്ലാസ് വെള്ളം ആയാലും മതി, അതിൽ കുറച്ച് ആയാലും ഒരു 1/4 കപ്പ് ആയാലും മതി, കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ഉടയ്ക്കണം. എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കണ്ട, ഇത്രയും മാത്രം മതിയാവും. അതവിടെ ഇരുന്ന് വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. കുറച്ചുകൂടി നമുക്ക് വെള്ളം വറ്റിക്കണം, കാരണം തേങ്ങാപ്പാൽ ഒഴിക്കണോണ്ട് ഈ വെള്ളവും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ലൂസായിട്ടിരിക്കും. അപ്പോൾ അതിനൊരു രുചി ഉണ്ടാവത്തില്ല. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇത് വറ്റുമ്പം കുറച്ചുകൂടി എല്ലാവരും വിചാരിക്കും ഉരുളക്കിഴങ്ങ് വീണ്ടും അതിരുന്ന് വേവേയില്ലേ എന്നത്. വെന്താലും അത്രയ്ക്കൊന്നും കുഴഞ്ഞൊന്നും പോകത്തില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചാലും മതി, പ്രശ്നമില്ല. ഞാൻ ഇത്രയും ഒഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആകെ മുകളിൽ കാണുന്നില്ലേ, കുറച്ച് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇത്രയും രീതിയിലെടുക്കാം. ഇനി ഒട്ടും വെള്ളത്തിൻ്റെ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് മുഴുവനും വറ്റിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് ലൂസായിട്ട് എന്തായാലും ആ ഒരു ഗ്രേവി പോലെ കിട്ടുമല്ലോ. അപ്പം ഞാൻ ഈ സമയത്താണ് ഇവിടെ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഇത്രയൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ അവസാനം ആ ഒരു തേങ്ങയുടെ ഒരു
അരച്ചെടുക്കുമ്പോൾ ഉള്ളൊരിതുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനത് അവസാനത്തെ ചേർക്കാത്തത്. ഇത്രയും മതിയാവും. ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കണം. ഇത് നോക്കിയിട്ട് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഈ സമയത്ത്. അതുപോലെ തന്നെ തീ ഒന്ന് കുറച്ചിടാൻ ശ്രമിക്കണം. ഇത് നമ്മൾ തിളപ്പിക്കേണ്ട കാര്യമില്ല, തിളപ്പിക്കരുത്. തിളപ്പിക്കാതെ നല്ല ചൂടാക്കി മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. തീ സിമ്മിലിടണം എന്നില്ല, കുറച്ചുകൂടെ ഇതായിട്ട് ഇടാം. എങ്കിലും തിളച്ച് പോകാണ്ട് ശ്രദ്ധിക്കണം. തിളച്ച് പോയാൽ അതിൻ്റെ ആ ഒരു ഇതങ്ങ് പോവും. നമ്മൾ മുളക് പൊടി ഇട്ട് ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുമല്ലോ, അത് ആകുമ്പം തിളച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ പൊട്ടറ്റോ സ്റ്റൂ ആണിത്. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണത്. അതുപോലെ തന്നെ അടുത്തൊരു ചീനിച്ചട്ടി വെച്ച് ഒന്ന് ചൂടാക്കണം. ഒരു പാനോ ചീനിച്ചട്ടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കടുക് വറുക്കാനായിട്ടാണ് ഞാനിതിവിടെ അല്പം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രം മതിയാവും. ഇതൊന്ന് ചൂടായിക്കോട്ടെ. നന്നായി ഇപ്പോൾ ഇത് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി, ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുകിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുക.